ഇന്ന് നമ്മളെ സ്കൂൾ ഓണപ്പരിപാടി കേട്ടോ. നമ്മളെ സ്കൂളെന്ന് പറയുന്നത് നമ്മൾ പഠിച്ച സ്കൂൾ കേട്ടോ. ഞാൻ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അങ്ങനെ രാവിലെ തന്നെ സ്കൂളിലേക്ക് വന്നു കേട്ടോ. വന്നപ്പോഴത്തേക്കും ടീച്ചർമാരും കുട്ടികളൊക്കെ കൂടി വലിയൊരു പൂക്കളം മുന്നിൽ തന്നെ ഉണ്ടാക്കുക. സ്കൂളിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെയൊക്കെ വിളിക്കും കേട്ടോ. അങ്ങനെയാണ് ഞാനും വന്നേ. എൻ്റെ കൂടി സ്കൂളിൽ നേരെ മുന്നിൽ തന്നെ അച്ഛൻ്റെ പേടി. ടീച്ചറും രജിഷ ടീച്ചറും സുമയ ടീച്ചറൊക്കെ കൂടി വലിയൊരു പൂക്കളം തന്നെ കേട്ടോ മുന്നിൽ തന്നെ ഉണ്ടാക്കുന്നത്. അതേസമയം മ്യൂസിക്കൽ ഹാത്ത് മത്സരം നവീൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ലൈബ്രറിയുടെ തൊട്ട് മുമ്പിലായി ഗ്രൗണ്ടിൻ്റെ ഓരോ ഭാഗത്തുനിന്നും ഓരോ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ലെമൺ സ്പൂണും കുപ്പിയിൽ വെള്ളം നിറയ്ക്കലും തവളച്ചാട്ടവും ബലൂൺ കുത്തിപ്പൊട്ടിക്കലും അങ്ങനെ ഓരോ ഭാഗത്തുനിന്ന് ഓരോ ടീച്ചർമാരുടെ നേതൃത്വത്തിൽ ഓരോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ രവിയേട്ടനൊക്കെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മളൊക്കെ കളിച്ച് നടന്ന ഗ്രൗണ്ടാട്ടോ ഇത്. പണ്ട് ഓണപ്പരിപാടിക്ക് നമ്മളും ഇതുപോലെ ലെമൺ സ്പൂണും ഒക്കെ ആയിട്ട് നമ്മളും കുറേ നടന്ന ഒരു ഗ്രൗണ്ടൊക്കെ ആയത്. ടീച്ചേഴ്സിന് മാത്രമേ ഇപ്പം കുറച്ച് മാറ്റുള്ളൂ. നമ്മളെയൊക്കെ പഠിപ്പിച്ച 1-2-3 മാഷന്മാരും ടീച്ചർമാരും ഉണ്ട് എന്നല്ലാണ്ട് ബാക്കിയൊക്കെ പുതുതായിട്ട് വന്ന ടീച്ചേഴ്സൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വന്ന് ഇതെല്ലാം കാണുന്നവരില്ലേ, അയ്യൊരു പഴയ കാലത്തേക്ക് തന്നെ ഒന്നുകൂടി തിരിച്ചു പോയാലെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോവുക. കുട്ടികൾ മാത്രമല്ല കേട്ടോ, കുട്ടികളെ രക്ഷിതാക്കളൊക്കെ ഇവിടെ ആവേശത്തിലാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും പരിപാടി പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കുട്ടികളെ പരിപാടി മാത്രമല്ല കേട്ടോ, രക്ഷിതാക്കളെ കുറച്ച് പരിപാടിയും കൂടി ഇവിടെ ഉണ്ട്. നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഓരോ ടീച്ചർമാരുടെ നേതൃത്വത്തിലാണ് ഓരോ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രശി ടീച്ചറെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ബലൂണ് ചവിട്ടിപ്പൊട്ടിക്കുന്നൊരു പരിപാടി കേട്ടോ നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ടീച്ചർ കുട്ടികൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കളിക്കേണ്ടെന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. സംഭവം അടിപൊളി പരിപാടിയാണ് കേട്ടോ. എല്ലാവരും ചിരിച്ചിരിച്ച് വീണിക്ക് കുട്ടികളെ കളിയൊക്കെ കണ്ടിട്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് മൊത്തം ഒരു ഉത്സവമായി തന്നെ കേട്ടോ. കുട്ടികൾക്കെല്ലാം എന്താണെന്ന് വെച്ചാൽ ഓരോ പരിപാടി പങ്കെടുക്കാനല്ലോ. ഈ ഓരോ പരിപാടി പങ്കെടുക്കുന്ന കുട്ടികളെയും ഫ്രണ്ട്സുകൾ പുറത്തുനിന്ന് ഇങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ പേരൊക്കെ വിളിച്ചിട്ട് വളരെ ആവേശം കൊണ്ടൊരു മത്സരം തന്നെയാണ് കേട്ടോ ഈ ഒരു ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ. സപ്പോർട്ടീവായിട്ട് എല്ലാ രക്ഷിതാക്കളും ഇവിടെ ഉണ്ട്. മാഷ്മാരും ടീച്ചേഴ്സും കുട്ടികളൊക്കെ കേരള സ്റ്റൈലിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്ന് മാഷ്മാരൊക്കെ കണ്ടെങ്കിൽ, അതേപോലെ തന്നെ രക്ഷിതാക്കളും എല്ലാവരും കേരള സ്റ്റൈലിലാട്ടോ. മൊത്തത്തിൽ ഒരു അടിപൊളി തന്നെയാണ് കേട്ടോ സ്കൂളിൽ കാണാൻ. ഇതൊക്കെ ഇവിടുത്തെ മാഷന്മാരാണേ. ഇതിൽ 1-2 മാഷ്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചതുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വന്ന മാഷ്മാരാട്ടോ. നഴ്സറിയിലും തകൃതിയായിട്ട് കസേരക്കളിയും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ടീച്ചേഴ്സൊക്കെ സപ്പോർട്ടായിട്ട് അവിടെ ഉണ്ട്. കാണാൻ നമ്മളെ ജക്കപ്പനും സുട്ടുമുളൊക്കെ ഉണ്ട്. ഇപ്പുറത്തൂടെയൊക്കെ നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പരിപാടിയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണേ. ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗത്ത് കുട്ടികളെ ഡാൻസും നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്.
എല്ലാം അടിപൊളി അടിപൊളി ഗംഭീര പരിപാടിയാണ് കേട്ടോ. ടീച്ചേഴ്സും നമ്മളെ നാട്ടുകാരും ഒക്കെ എല്ലാവരും സപ്പോർട്ടീവായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. lemon spoon UP ഭാഗം സദ്യയൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴയും ഇങ്ങനെ പെയ്യുന്നുണ്ട്. എന്നാലും നമ്മളെ പരിപാടിക്കൊന്നും ഒരു മുടക്കവും ഇല്ലേ, എല്ലാം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. ശാന്തേട്ടനൊക്കെ ഇവിടെ സജീവമായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് രക്ഷിതാക്കളും ടീച്ചേഴ്സും നാട്ടുകാരെന്ന് പറഞ്ഞിട്ട് പരിപാടിയൊക്കെ അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയെന്ന്. അങ്ങനെ അവസാനം ഞാനും ഇരുന്ന് കേട്ടോ ചോറ് തിന്നേ. എൻ്റെ ഇലയിലാട്ടോ ഇതൊക്കെ വിളമ്പുന്നേ. നല്ല അടിപൊളി ഫുഡായിരുന്നു നമ്മൾ ഇപ്രാവശ്യത്തെ ഓണസദ്യ, ആദ്യത്തെ ഓണസദ്യ കേട്ടോ. സാമ്പാറും പപ്പടവും പായസവും കൂട്ടുകറിയൊക്കെ കൂട്ടി അടിപൊളി ഒരു സദ്യ. ഇവിടെ നിന്നാട്ടോ നമ്മളെ തുടക്കം. ഇനി ശേഷമാണ് ഇനി നമ്മൾ ജോലി ചെയ്യുന്നിടത്തും വീട്ടിൽ നിന്നൊക്കെ നമ്മൾ സദ്യ തിന്നു. മാഷ്മാരോട് ഒപ്പരം തന്നെ കണ്ണനും നീതും അപർണയും എല്ലാവരും വിളമ്പാൻ സജീവമായിട്ടുണ്ട്. അടിപൊളി സദ്യയാണ് കേട്ടോ. നമ്മൾ കുറേ മാസങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു സദ്യയൊക്കെ തിന്നുന്നത്. ഒന്നിലൊരു കല്യാണം വരണോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പരിപാടി വരണം അല്ലേ സദ്യയൊക്കെ തിന്നണമെങ്കിൽ. അങ്ങനെ നല്ല സദ്യയും കഴിച്ച് ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും ഡാൻസ് ഉണ്ടായിരുന്നു ലാസ്റ്റ്. അതും കണ്ട് നമ്മൾ മെല്ലെ തിരിച്ചിങ്ങ് പോന്നു കേട്ടോ.